എല്ലാവർക്കും ANYയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട സിനിമകളാണ്. മലയാളത്തിൽ നിന്ന് റീമേക്ക് ചെയ്യപ്പെട്ട എല്ലാ തമിഴ് സിനിമകളെ കുറിച്ചും നമ്മൾ വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. എല്ലാവരും മറക്കാതെ കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മധു അഭിനയിച്ച ഒരു പൈങ്കിളി കഥ എന്ന സിനിമ തമിഴിൽ ശിവാജി ഗണേശൻ അഭിനയിച്ച് തായ്ക്കൊരു താലാട്ട് എന്ന പേരിൽ റിലീസ് ചെയ്തു. മോഹൻലാൽ അഭിനയിച്ച അഭിമന്യു എന്ന സിനിമ സുന്ദർസി അഭിനയിച്ച് തലൈ നഗരം എന്ന പേരിൽ തമിഴിൽ റിലീസ് ചെയ്തു. മലയാളത്തിലെ എക്കാലത്തെയും നല്ല കോമഡി ചിത്രങ്ങളിലൊന്നായ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന സിനിമ തങ്കമണി രംഗമണി എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. ജയറാം, മുകേഷ് എന്നിവർ അഭിനയിച്ച തൂവൽ സ്പർശം എന്ന സിനിമ തായമ്മ എന്ന പേരിൽ തമിഴിൽ റിലീസ് ചെയ്യപ്പെട്ടു. ജയറാമൻ അഭിനയിച്ച മഴവിൽക്കാവടി എന്ന സിനിമ പാണ്ഡ്യരാജൻ അഭിനയിച്ച് സുബ്രഹ്മണ്യസ്വാമി എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന മലയാള സിനിമ തമിഴിൽ സുജാത എന്ന പേരിൽ റിലീസ് ചെയ്യപ്പെട്ടു. പ്രിയദർശൻ, മോഹൻലാൽ, ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ റിലീസ് ചെയ്ത ചന്ദ്രലേഖ എന്ന സിനിമ സുമ്മാ നച്ചു നിൽക്കുക എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. ദിലീപിൻ്റെ എക്കാലത്തെയും കോമഡി സിനിമകളിലൊന്നായ ഈ പറക്കും തളിക തമിഴിൽ മുരളി അഭിനയിച്ച് സുന്ദര ട്രാവൽസ് എന്ന പേരിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. മോഹൻലാലിൻ്റെ ഭരതം എന്ന സിനിമ കാർത്തിക് അഭിനയിച്ച് സീനു എന്ന പേരിൽ തമിഴിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. സാരഥി എന്ന പേരിൽ മലയാളത്തിൽ റിലീസ് ചെയ്യപ്പെട്ട സണ്ണി വെയിൻ്റെ ചിത്രം തമിഴിൽ സെയ് എന്ന പേരിൽ നകുൽ അഭിനയിച്ച് റീമേക്ക് ചെയ്യപ്പെട്ടു.